മുല്ലപ്പെരിയാർ വിഷയത്തിലെ തമിഴ്നാടിന്റെ നീക്കം അപലപനീയമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി. വാർഷിക അറ്റകുറ്റപ്പണി പരിശോധനയ്ക്ക് ശേഷം മതിയെന്ന കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവ് മറികടന്നാണ് ഡാം ബലപ്പെടുത്താൻ തമിഴ്നാട് നീക്കം നടത്തുന്നത്. ഡാം ബലവത്താണെന്ന് വരുത്തി തീർത്ത് അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കാനാണ് തമിഴ്നാട് ശ്രമിക്കുന്നത്. ഇതിനെ സംസ്ഥാന സർക്കാർ എതിർക്കണമെന്ന് സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് ആവശ്യപ്പെട്ടു. സാങ്കേതികമായി പ്രശ്നമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മതി ഡാമിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ എന്നുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ 2 മാസക്കാലം മുമ്പ് തമിഴ്നാട് വാർഷിക മെയിൻ്റനൻസ് വർക്കുകളുടെ പേരിൽ അവർ നിർമ്മാണ സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയതായി മാധ്യമങ്ങളിൽ കൂടി റിപ്പോർട്ട് വന്നു. മെട്രിക് ടൺ കണക്കിനുള്ള സാധനങ്ങൾ അവിടെ സൈറ്റിൽ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതേ തുടർന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയും വിഷയത്തെ അംഗീകരിക്കുന്ന അനവധി സംഘടനകൾ ഈ വിഷയത്തെ കൗണ്ടർ ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വിഷയം സമർപ്പിച്ചപ്പോൾ ഗവൺമെന്റ് ജാഗ്രതയോടെ ഇടപെട്ടു എന്നാണ് തീരദേശവാസികളും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കരുതുന്നവരും ആഗ്രഹിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്ന അവരുടെ മെറ്റീരിയൽ സാമഗ്രികളെല്ലാം ചെക്ക് പോസ്റ്റിൽ തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് വരികയുണ്ടായി. ഇപ്പോൾ റൂട്ട് കർവ് ഉൾപ്പെടെ മാനുവൽ ഉൾപ്പെടെ കേരളത്തിന് അനുകൂലമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ 42 എന്ന പാത അവര് 14 വിധിയിലൂടെ ഇത്തരത്തിലുള്ള ചെറിയ മെയിൻ്റനൻസ് വർക്കിലൂടെ അവർക്ക് അനുകൂലമായ ചില എക്സ്പോർട്ടിനെ വെച്ചുകൊണ്ട് അവർക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രഖ്യാപിത നിലപാടായ 52ലേക്ക് പോകുവാൻ പറ്റുന്ന ഒരു സുഗമമായ പാത തുറക്കുവാൻ ഈ നടപടികളിലൂടെ അവർക്ക് സാധിക്കുമെന്നുള്ളത് തീരത്തുള്ളവർ ഭയക്കുകയാണ്. അത്യന്തം ഗൗരവത്തോടെ വിഷയത്തെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിസ്സംഗ മനോഭാവം വെടിഞ്ഞ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് പറയുവാനുള്ളത്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്നുള്ള പ്രഖ്യാപിത നിലപാടിൽ നിന്നുകൊണ്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തമിഴ്നാടിന്റെ ഈ നീക്കത്തെ നമ്മൾ എന്ത് വില കൊടുത്തും തടയേണ്ടതുണ്ട് എന്നുള്ള